ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ഡ്രാമ എക്സ്പ്ലെയിനർ. ഹീജുവിന്റെ അമ്മ എപ്പോഴും ഒരു ആക്സിഡന്റിന്റെ കാര്യം പറയാറുണ്ടായിരുന്നില്ലേ? ഹീജുവിന് സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ആ ആക്സിഡന്റ് കാണിച്ചുകൊണ്ടാണ് 7ാമത്തെ എപ്പിസോഡ് തുടങ്ങുന്നത്. ഒരു പാർക്കിൽ പോയി അടിച്ചു പൊളിച്ച് തിരിച്ചു വരുമായിരുന്നു ഈനയും ഹീജുവും ഹീജുവിന്റെ അനിയനും. അവര് വന്ന കാറിലേക്ക് ഒരു ലോറി വന്ന് ഇടിക്കുവാണ് ചെയ്തത്. അങ്ങനെയാണ് ആക്സിഡന്റ് ഉണ്ടായത് കേട്ടോ. ഹീജു പതിയെ കണ്ണു തുറന്ന് ഈനയെയും അവളുടെ അനിയനെയും വിളിക്കുന്നുണ്ട്. എന്നാൽ രണ്ടുപേരും കണ്ണു തുറക്കുന്നില്ല കേട്ടോ. ഫയർഫോഴ്സ് വന്ന് അവളുടെ ചേച്ചിയെയും അനിയനെയും എടുത്തോണ്ട് പോകുന്നുണ്ട്. എന്നാൽ ഹീജുവിനെ അവർ ശ്രദ്ധിക്കുന്നേ ഇല്ല. രക്ഷിക്കണമെന്ന് പറഞ്ഞ് കരയാൻ പോലും കഴിയാതെ നിസ്സഹായമായിട്ട് ഇരിക്കാൻ മാത്രമേ ഹീജുവിന് പറ്റുന്നുള്ളൂ. ഈ ഒരു സിറ്റുവേഷൻ പ്രസന്റിലുള്ള ഹീജു കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെയാണ് കാണിക്കുന്നത്. തന്റെ ചെറുപ്പകാലത്തെ ഹീജുവിനോട് സംസാരിക്കാൻ വേണ്ടി ഇപ്പോഴത്തെ ഹീജു ഒരുപാട് പറയുന്നുണ്ട്. എന്നാൽ ചെറിയ ഹീജുവിന് അതിന് സാധിക്കുന്നില്ല. അടുത്ത സീനിൽ കാണിക്കുന്നത് ആക്സിഡന്റ് കഴിഞ്ഞതിന് ശേഷം അമ്മ അവളോട് സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ലേ, അതാണ് കാണിക്കുന്നത്. ഈ ഒരു സിറ്റുവേഷനും മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന ഹീജു തന്റെ യങ്ങർ സെൽഫിനോട് നീ അതിനൊന്നും സമ്മതിക്കരുത്, പറ്റില്ല എന്ന് പറ, അതിനെതിരെ പ്രതികരിക്കുക എന്ന് പറയുന്നുണ്ട്. പക്ഷേ ചെറുപ്പത്തിലെ ഹീജുവിന് അതിന് സാധിക്കുന്നില്ല. തന്റെ ജീവിതത്തിൽ ബോൾഡായിട്ട് പ്രതികരിക്കേണ്ട ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ആ സമയത്ത് അവൾക്ക് അതിനൊന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതെല്ലാം ആലോചിച്ച് നിസ്സഹായമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഹീജുവിന് അവളുടെ പേരാരോ വിളിക്കുന്നത് പോലെ തോന്നുവാണ്. അവളുടെ മുഖത്തേക്ക് ആരോ ലൈറ്റ് അടിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തൊക്കെയായി കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്? ഹീജു എപ്പോഴാ ഹോസ്പിറ്റലിൽ എത്തിയ എന്നൊന്നും നിങ്ങൾ ചിന്തിച്ച് കൺഫ്യൂസ് ആവേണ്ട കാര്യമില്ല. ആക്ച്വലി ഇപ്പോഴും ഹീജു ആ വീണ സ്ഥലത്ത് തന്നെയാ ഉള്ളത്. ഈ കാണിച്ച കാര്യങ്ങളെല്ലാം ഹീജു അവിടെ ഇരുന്ന് ആലോചിച്ച കാര്യങ്ങളാണ്. എന്നാ പേര് വിളിച്ചതും മുഖത്തേക്ക് ലൈറ്റ് അടിച്ചതും അവൾ ആലോചിച്ച് കൂട്ടിയതല്ല കേട്ടോ. സത്യത്തിൽ അത് സംഭവിച്ച കാര്യം തന്നെയാണ്. സാവൻ അവളെ തെരഞ്ഞ് അങ്ങോട്ടേക്ക് വന്നതാണ്. സാവനെ കാണുന്ന ഹീജു നീയായിരുന്നോ? ശരിയാ, നീ തന്നെ ആയിരിക്കും. ആരും എന്നെ കുറിച്ച് കെയർ ചെയ്യാതിരുന്ന സമയത്ത് നീ മാത്രമേ എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ പേടിച്ചിരുന്ന സമയത്ത് നീ മാത്രമേ എന്നെ രക്ഷിക്കാൻ വേണ്ടി ഓടി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ എന്നെല്ലാം ആലോചിച്ച് ഹീജു മയങ്ങി വീഴുവാണ്. സാവൻ വെറിയായിക്കൊണ്ട് അവളെ എടുത്ത് ഓടുന്ന സമയത്തും ഞാനൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും സഹായത്തിന് വേണ്ടി ചോദിച്ചിട്ടില്ലെങ്കിലും നീ മാത്രമേ എന്നെ സഹായിക്കാനുണ്ടായിരുന്നുള്ളൂ. നീ മാത്രമേ ഞാൻ പറയുന്നത് കേൾക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന് ചിന്തിച്ച് സാവൻ അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞത് ഓർത്തുകൊണ്ട് ഹീജു എനിക്ക് എന്തുകൊണ്ട് ആ കാര്യം നിന്നോട് പറയാൻ പറ്റാത്തെ? നിനക്ക് ഫീൽ ചെയ്യുന്നത് പോലെ തന്നെയാണ് എനിക്കും ഫീൽ ചെയ്യുന്നത്. എന്നിട്ടും എന്തുകൊണ്ടാണ് എനിക്കത് പറയാൻ സാധിക്കാത്തെ എന്ന് ആലോചിക്കുന്ന സമയത്ത് അവളുടെ കണ്ണീന്ന് കണ്ണീര് വരുവാണ്. അതൊരാൾ തുടച്ചു കൊടുക്കുന്നത് അറിഞ്ഞുകൊണ്ട് ഹീജു കണ്ണു തുറക്കുവാണ്. അവൾ കാണുന്നതേ സാവനെയാണ്. ഇപ്പൊ അവള് ഹോസ്പിറ്റലിലാണ് കേട്ടോ. സാവൻ അവളെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അവന് വെറുതെ സ്വപ്നം കണ്ടതൊന്നും അല്ല, സത്യമാണെന്ന് അറിയുന്നതും ഹീജു കരയുവാണ് ചെയ്യുന്നത്. അവൾ കണ്ണു തുറന്നത് കണ്ട് ഡോക്ടറെ വിളിക്കാൻ പോകുന്ന സാവന്റെ കൈ പിടിച്ചു വെച്ചുകൊണ്ട് ഹീജു പോകല്ലേ എന്ന് പറയുന്നു. അവൻ വിശ്വാസം വരാതെ ഹീജുവിനെ നോക്കുവാണ്. കാരണം ആദ്യമായാണ് ഹീജു സംസാരിക്കുന്നത് അവൻ കേൾക്കുന്നത്. കാത്തിരുന്ന് അവസാനം ഹീജു വാ തുറന്നൊരു കാര്യം പറയുമോ? അപ്പൊ പിന്നെ അവനത് കേൾക്കാതിരിക്കുവോ? ഒരിക്കലും ഇല്ലല്ലോ. അതുപോലെ വലിയൊരു ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെട്ട ഹീജുവിന്റെ മാനസികാവസ്ഥ അവന് നന്നായിട്ട് മനസ്സിലാവും. അവളെപ്പോലെ തന്നെ ഇപ്പൊ അവനും ഇമോഷണലി നല്ല വീക്കാണ്. അവളെ തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആശ്വസിപ്പിക്കാനും സമാധാനിപ്പിക്കാനും സാവനും ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ ഹീജു സ്കാനിങ്, എക്സ്റേ ഉൾപ്പെടെയുള്ള മറ്റ് ടെസ്റ്റുകൾ എടുക്കാൻ വേണ്ടി വന്നിരിക്കുവാണ് കേട്ടോ. ഈ ടെസ്റ്റ് എല്ലാം എടുക്കുന്ന സമയത്ത് ഹീജു അങ്ങനെ ഞാൻ സംസാരിക്കുകയും ചെയ്തു. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, എന്തായാലും അവൻ എല്ലാ കാര്യവും മനസ്സിലായിട്ടുണ്ടാവും. അതോ ഇനി മനസ്സിലായിട്ടുണ്ടാവില്ലേ? ഇന്നലെ കോൾ ചെയ്ത സമയത്ത് അവൻ കിഡ്നാപ്പറോട് സംസാരിക്കുന്നത് പോലെ ആയിരുന്നു എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷെ അത് കേട്ടപ്പോ അവൻ സത്യത്തിൽ എന്നോട് സംസാരിക്കുന്നത് പോലെയാണല്ലോ എനിക്ക് തോന്നിയേ. അവനൊരു പൊട്ടനൊന്നുമല്ല, അതുകൊണ്ട് തന്നെ എല്ലാ കാര്യവും മനസ്സിലായിട്ടുണ്ടാവും. അല്ല, അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിലും അവൻ എന്തുകൊണ്ടാണ് എന്നോടൊന്നും ചോദിക്കാതിരുന്നേ? ഇനി ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ എന്നെ ചുരുട്ടിക്കൂട്ടി വലിച്ചെറിയാൻ വേണ്ടിയിട്ടായിരിക്കോ എന്നെല്ലാം അവള് ചിന്തിച്ചോണ്ടേ ഇരിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ ആ കിഡ്നാപ്പറുടെ ഫോൺ എവിടെ പോയിന്നൂടെ ചിന്തിക്കുന്നതും അവളുടെ സമാധാനം ടോട്ടൽ ഇല്ലാതാവുന്നു. ഇവിടെ സാവനാണെങ്കിൽ ദോജയോട് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. ഈ ഒരു സംഭവം നടന്നതിന്റെ CCTV ഫുട്ടേജോ അല്ലെങ്കിൽ വിറ്റ്നസോ ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ഈ കാര്യങ്ങളെല്ലാം ദോജയെ സാവന് റിപ്പോർട്ട് ചെയ്യുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ദോജയെ വലിയ വിശ്വാസമൊന്നും ഇല്ല. എനിക്ക് അവന് നല്ല ഡൗട്ടുണ്ട്. ഹീജുവിനെ തള്ളിയിട്ടാളും ഒരു ബ്ലാക്ക് ഡ്രസ് അല്ലായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നേ. ഇവനും അന്നൊരു ബ്ലാക്ക് ഡ്രസ്സായിരുന്നു ഇട്ടത്. അപ്പൊ പിന്നെ എനിക്ക് സംശയിക്കുന്നതിനിപ്പോ എന്താ? സാവൻ എന്തായാലും ദോജയോടെ ഹീജുവിന്റെ ഇൻഫർമേഷൻസ് ലീക്ക് ആവാതെ നോക്കണം എന്ന് പറയുന്നുണ്ട്. അവിടെ ഹീജു ടെൻഷനായി ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആ ഫോണില്ലേ, ആ ഫോണ് ദോജ ഇപ്പൊ സാവോന് കൊടുക്കുവാണ്. ഈ ഫോൺ ചെക്ക് ചെയ്ത സമയത്ത് ഈ ഫോണിന്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിസ്റ്റം അതിൽ ഇംപ്ലാന്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരുപക്ഷെ അങ്ങനെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്തിട്ടായിരിക്കാം ഹീജു ഉള്ള സ്ഥലം കിഡ്നാപ്പറിന് മനസ്സിലായത് എന്ന് അവർ സംശയിക്കുന്നു. ആ ഒരു സിസ്റ്റം ഹാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കിഡ്നാപ്പറുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ നമ്മളെ കൊണ്ടും സാധിക്കും എന്ന് ദോജയും പറയുന്നു. അതിനും ഒരു 2-3 ദിവസം എടുക്കുമായിരിക്കും എന്നാണ് കേട്ടോ ദോജയെ പറയുന്നത്. ഇപ്പൊ ഹീജുവിനെ ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം റൂമിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. സാവൻ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് നീ എന്താ ഇപ്പൊ ഒന്നും മിണ്ടാതിരിക്കുന്നേ? നേരത്തെ സംസാരിക്കുന്നതിന് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ലല്ലോ. ഓ, നീ സംസാരിക്കുന്നത് പിന്നെ നിർത്തിയോ എന്ന് ചോദിക്കുന്നു. ഇത്രയൊക്കെ അവൻ പറഞ്ഞിട്ടും അവൾ ഒന്നും സംസാരിക്കുന്നില്ല. സാവൻ അവളുടെ അടുത്തേക്ക് പോകുന്നത് കണ്ട്
ഇനി എന്നെങ്ങാനും എടുത്ത് കളയാനായിരിക്കോ എന്നാണ് അവൾ ചിന്തിക്കുന്നത്. എന്നാൽ അവൻ അവളെ എടുത്തുകൊണ്ട് ബെഡിന്റെ അടുത്തേക്ക് കൊണ്ടുവരുവാണ് ചെയ്യുന്നത്. എനിക്ക് നിന്റെ ഹാർട്ട് ബീറ്റ് ഫീൽ ചെയ്യുന്നത് ഒത്തിരി ഇഷ്ടമായി എന്ന് പറഞ്ഞുകൊണ്ടാണ് സാവൻ അവളെ ബെഡിലേക്ക് കിടത്തുന്നത്. അവൻ ഇനി മുതൽ മാറുമെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും മാറുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഹീജു അത്ര പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് അവളുടെ എക്സ്പ്രഷൻ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. അവൾ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സാവൻ, നിനക്ക് സംസാരിക്കാൻ അറിയാമെന്ന് എനിക്കറിയാം. നീ വിചാരിക്കുന്നതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിന്നെ കുറിച്ച് അറിയാം എന്ന് പറഞ്ഞ് ആ നമ്പറില്ലേ 406 അതിനെക്കുറിച്ച് അവൻ പറയുവാണ്. ഇത് കേൾക്കുന്നതും ഹീജു തീർന്ന് ഇനി ഇപ്പൊ അവൻ എന്നെ വെട്ടി പീസാക്കും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുവാണ്. എന്നാ സാവൻ പിന്നീട് അവനാണ് നിന്റെ ലൊക്കേഷനെ കുറിച്ച് എന്നോട് പറഞ്ഞ, നിന്നെ ഉന്തിയിട്ടതും അവൻ തന്നെ ആയിരിക്കും, എന്നാ നിന്നെ കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്തതും അവൻ തന്നെയാണ് എന്ന് പറയുന്നു. ഇതിപ്പോ എനിക്ക് വട്ടായതാണോ അതോ ഇവന് വട്ടായതാണോ എന്നാലോചിക്കുന്ന ഹീജുവിനോട് സാവൻ വീണ്ടും, അതുകൊണ്ട് ഞാനിപ്പോ നല്ല ഡൗട്ടിലാണ്. അവനെ കണ്ടുപിടിച്ച് പോലീസിന് കൊടുക്കണോ അതോ അവനോട് ക്ഷമിച്ചു കൊടുക്കണോ എന്നാണ് ഞാനിപ്പോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നു. ഇപ്പൊ സത്യം പറഞ്ഞാൽ കുറഞ്ഞത് എല്ലെങ്കിലും ബാക്കി കിട്ടുമായിരിക്കും എന്നാലോചിച്ചുകൊണ്ട് ഹീജു അവനോട്, സത്യം എന്താന്ന് വെച്ചാൽ എന്ന് പറയുന്നതും അവൻ, നീ റെസ്റ്റ് എടുക്കാൻ നോക്ക്, എനിക്കറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ അതൊന്നും ഞാനിപ്പോ ചോദിക്കാൻ പോകുന്നില്ല, ഇപ്പോ നീ റെസ്റ്റ് എടുത്തോ, വർക്കിന്റെ കാര്യം ആലോചിച്ച് നീ ടെൻഷൻ ആവണ്ട, ഇപ്പോ നിനക്ക് സിക്ക് ലീവ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അവനൊരു പുതിയ ഫോണും അവൾക്ക് കൊടുക്കുന്നുണ്ട്. അവളുടെ പഴയ ഫോണ് വീണ വീഴ്ചയിൽ നാശമായിട്ടുണ്ടായിരുന്നു. സാവൻ, കുറച്ച് സമയത്തിന് ഞാൻ പുറത്തായിരിക്കും, എന്തുണ്ടെങ്കിലും എന്നെ വിളിക്കണം എന്ന് പറയുന്നു. ഹീജു തലയാട്ടുന്നത് കണ്ട് അവൻ, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ എന്നവൻ പറയുമ്പോൾ അവള് വാഗോണ്ട് തന്നെ ഓക്കെ പറയുന്നത് കണ്ട് സാവൻ സ്മൈൽ ചെയ്യുവാണ്. അവൻ അവിടുന്ന് പോകുന്നതും ഹീജു അവള് ഹൈക്കിങ്ങിന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന ആ ബാഗില്ലേ ആ ബാഗ് തിരയാൻ തുടങ്ങുവാണ്. എന്താ തിരയുന്നതെന്ന് മനസ്സിലായല്ലോ, ആ ഫോണാണ് തിരയുന്നത്. സാവൻ ആ ഫോൺ ബാഗിൽ തന്നെ ഇട്ടിരുന്നത് കാരണം ഹീജുവിന് ആ ഫോൺ കിട്ടുകയും ചെയ്യുന്നു. അവനപ്പോ ഈ ഫോൺ കണ്ടില്ലേ എന്ന് ചിന്തിച്ചുകൊണ്ട് ഹീജു, നിന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഈ ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്, എന്നാൽ നമ്മളെ രണ്ടുപേരെയും കണക്ട് ചെയ്തതും ഈ ഫോൺ തന്നെയാണ് എന്നവളെ സാവനെ ഓർത്തുകൊണ്ട് ആലോചിക്കുന്നു. അത് സത്യമല്ലേ, ആ കിഡ്നാപ്പർ എങ്ങാൻ ഇവരുടെ ഇടയിൽ വന്നിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഇവരിപ്പോഴും സ്ട്രേഞ്ചേഴ്സിനെ പോലെ തന്നെ ആയിരിക്കും. ബൈ ദി വേ, ഇവിടെ സാവൻ ഓഫീസിലേക്ക് വന്നുകൊണ്ടിരിക്കുവാണ്. ദോജയെ വിളിച്ചിട്ട് ഒരു പ്രശ്നമുണ്ട് എന്ന് പറയുന്നു. പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ സംഭവിച്ച ആക്സിഡന്റ് ഇല്ലേ, അത് സാവന്റെ അച്ഛൻ ഒരു രാഷ്ട്രീയ പ്രശ്നമാക്കിയിട്ട് മാറ്റിയിരിക്കുവാണ്. പ്രസിഡന്റ് സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്ന എനിക്കെതിരെയുള്ള വെല്ലുവിളി എന്ന നിലയിലാണ് സ്പോക്സ് പേഴ്സണും തന്റെ മകനുമായ സാവോന്റെ ടീം മെമ്പേഴ്സിൽ ഒരാളെ അറ്റാക്ക് ചെയ്തത് എന്നാണ് സാവോന്റെ അച്ഛൻ പ്രസ് മീറ്റിംഗിൽ കിടന്ന് തട്ടി വിട്ടുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ സത്യസന്ധമായ അന്വേഷണം വേണമെന്നും സത്യം പുറത്തു കൊണ്ടുവരണമെന്നുമാണ് സാവോന്റെ അച്ഛൻ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പറയാൻ വിട്ടു, ഹീജുവിനാണ് ഇങ്ങനെ ഒരു പ്രശ്നം പറ്റിയിട്ടുള്ളത് എന്ന് സാവോന്റെ അച്ഛനോ അമ്മയ്ക്കോ ആർക്കും തന്നെ അറിയില്ല കേട്ടോ. ജനങ്ങളുടെ സിമ്പതി പിടിച്ചു പറ്റി വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പട്ടി ഷോ ആണ് ഇപ്പൊ അവന്റെ അച്ഛൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ ഒരു പ്രസ് മീറ്റ് കാരണം സാവോന്റെ ഓഫീസിലേക്ക് തുരുതുരെ ഫോൺ കോൾസ് വന്നുകൊണ്ടേ ഇരിക്കുവാണ്. നടന്ന ആക്സിഡന്റും രാഷ്ട്രീയവും തമ്മിൽ ബന്ധം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി റിപ്പോർട്ടേഴ്സ് അടക്കമുള്ളവരെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നതും ടീം മെമ്പേഴ്സ് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അതിന് ആൻസർ കൊടുത്തോണ്ടേ ഇരിക്കുന്നതും കണ്ടുകൊണ്ടാണ് സാവൻ അങ്ങോട്ടേക്ക് വരുന്നത്. അവൻ വന്നപാടെ ഫോണിന്റെ കണക്ഷൻ ഓഫ് ചെയ്തിടുവാണ്. അവൻ ടീം മെമ്പേഴ്സിനോട്, ഇനി മുതൽ ഞാൻ പറയുന്ന മൂന്നേ കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഉത്തരവായിട്ട് ഇനി വരുന്ന എല്ലാ കോളിനും കൊടുത്താൽ മതി. 1, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണോ എന്ന് ഞങ്ങൾ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുവാണ്. 2, ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ ഫൈനലൈസ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. 3, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നാളെ പ്രസ് റിലീസ് ഉണ്ടാവും. ഈ കാര്യങ്ങൾ മാത്രം ഇനി അവരോട് പറഞ്ഞാൽ മതി എന്ന് പറയുന്നു. എന്തിനാ നാളെയാക്കുന്നത്, ഇന്നല്ലേ വേണ്ടേ എന്ന് മിസ്റ്റർ കാങ് ചോദിക്കുന്നു. പെട്ടെന്ന് നമ്മളൊരു പ്രസ് റിലീസ് ചെയ്ത തെറ്റിദ്ധാരണകൾ മാത്രമേ ഉണ്ടാവുള്ളൂ, സമയമെടുത്ത് ചെയ്യുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ സാവോൻ വിക്ടിമിന്റെ ഇൻഫർമേഷൻ ലീക്ക് ആവാതെ നോക്കാനും മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് നോട്ടീസ് അയക്കാനും അവൻ പറയുന്നു. മിസ്റ്റർ കാങ്, ഹീജു ഒരുപാട് നാളൊന്നും ആയിട്ടില്ല ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്, എന്നാ ഹീജു ഞങ്ങളുടെ കൊളീഗാണ്. നിങ്ങളാണെങ്കിൽ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, എല്ലാം മറച്ചു വെക്കാനാണ് പറയുന്നത്. ഞങ്ങൾക്കും അവളുടെ കാര്യം ആലോചിച്ച് നല്ല ടെൻഷനുണ്ട്. അവൾ ഓക്കെ ആണോ, എഴുന്നേറ്റോ, ഭക്ഷണം കഴിക്കുന്നുണ്ടോ, ഇതൊന്നും ഞങ്ങൾക്ക് അറിയില്ല എന്ന് ഇമോഷണൽ ആയിക്കൊണ്ട് പറയുവാണ്. അവരുടെ ടെൻഷൻ മനസ്സിലാവുന്ന സാവൻ ഹീജുവിന് വലിയ കുഴപ്പമൊന്നും ഇല്ലാന്നും അവൾ ഓക്കെ ആണെന്നും പറയുന്നു. ഇവിടെ ഇതേ സമയം മീനയും ഹീജുവിന്റെ അമ്മയും മീറ്റ് ചെയ്ത് സംസാരിക്കുവാണ് കേട്ടോ. ഹീജുവിന്റെ അമ്മയാണെങ്കിൽ, നീ എപ്പോഴാ നാട്ടിലേക്ക് വന്നേ, സർജറി ഒക്കെ എപ്പോഴാ കഴിഞ്ഞ്, നീ എപ്പോഴാ സംസാരിക്കാൻ തുടങ്ങിയേ എന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എപ്പോ തൊട്ട് എന്നെ കുറിച്ച് ഇത്രമാത്രം കെയർ ചെയ്യാൻ തുടങ്ങിയേ, നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഭാവി പ്രസിഡന്റിന്റെ മരുമകളാവാൻ എനിക്ക് യാതൊരു ഉദ്ദേശവും ഇല്ല എന്ന് ഈന പറയുന്നു. ഹീജുവിന്റെ അമ്മയാണെങ്കിൽ, നീ ഉദ്ദേശിച്ചിട്ടും കാര്യമൊന്നുമില്ല, ഈ 3 വർഷം കൊണ്ട് ഹീജു സാവോനെ കൈവെള്ളയിലാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു. അവനെ കുറിച്ചുള്ള സത്യം അറിഞ്ഞതിന് ശേഷവും ഹീജു അങ്ങനെ തന്നെയായിരിക്കും പെരുമാറുക എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ഈന ചോദിക്കുന്നു. ഹീജുവിന്റെ അമ്മയുടെ കൺഫ്യൂഷൻ കണ്ട് ഈന, നിങ്ങൾ അറിയാത്ത പോലെ അഭിനയിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കല്യാണത്തിന് മുന്നേ നിങ്ങൾ തന്നെ അല്ലായിരുന്നോ എനിക്ക് ആ ഹിന്റ് തന്നെ എന്ന് ചോദിക്കുന്നു. ആക്ച്വലി ഈനയുടെയും സാവോന്റെയും കല്യാണത്തിന് മുന്നേ ഈനയ്ക്ക് ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. ആ കൊറിയറിൽ സാവോനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആയിരുന്നു. അത് എന്താണെന്നൊന്നും കാണിക്കുന്നില്ല. എന്നാൽ ആ ഒരു കൊറിയർ കണ്ടതിന് ശേഷമാണ് ഈന ഓടിപ്പോയത്. ഇതെല്ലാം ഈന പറഞ്ഞത് കേട്ടിട്ടും ഹീജുവിന്റെ അമ്മ ഒന്നും മനസ്സിലാവാതെ, നീ എന്താ പറയുന്നതെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല, എന്തായാലും നീ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാനല്ല വന്നതെങ്കിൽ അടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലും ഇരിക്കാൻ നോക്ക്. ഇലക്ഷൻ അടുത്തിരിക്കുന്ന ഈ ഒരു സമയത്ത് നിന്റെ അച്ഛനെ പ്രവോക്ക് ചെയ്യാൻ നിൽക്കരുത് എന്നൊരു അഡ്വൈസ് കൊടുക്കുന്നു. ഞാൻ പ്രശ്നം ഉണ്ടാക്കാനല്ല, ഹീജുവിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഹീജു എല്ലാ കാര്യങ്ങളും പറയണം, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ അവളുടെ തീരുമാനമാണ്, അവളുടെ ഇഷ്ടമാണ് എന്ന് ഈന പറയുന്നു. ഹീജുവിന്റെ അമ്മ ഇത് കേട്ട് ചിരിച്ചുകൊണ്ട്,
അവളെ സഹായിക്കലാണോ നിന്റെ ഉദ്ദേശം? അതിന് നിനക്കൊക്കെ എന്താ സാവുനെ കുറിച്ച് അറിയാം എന്ന് ചോദിച്ചു പോകാൻ നിൽക്കുവാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ, ഞാൻ കൂടുതലായി എന്താ സാവുനെ കുറിച്ച് അറിയേണ്ടത് എന്ന് ഈനയും ചോദിക്കുന്നു. ഇവിടെ സാവുൻ അവന്റെ അച്ഛനെ കാണാൻ വേണ്ടി വന്നിരിക്കുവാണ്. അവന്റെ അച്ഛൻ നടത്തിയ പ്രസ് കോൺഫറൻസിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട്. തിരിച്ചടി കിട്ടരുതെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ഇനിയും ഈ വിഷയം ആളി കത്തിക്കാൻ നിൽക്കരുത് എന്ന് സാവുൻ പറയുന്നു. അച്ഛനാണെങ്കിൽ വെറും പുച്ഛം മാത്രമാണ്. ഇതെന്റെ സിൻസിയർ ആയിട്ടുള്ള ഉപദേശമാണ്. ഈ പ്രശ്നം ഇനിയും വഷളാക്കാൻ നോക്കരുത് എന്ന് പറഞ്ഞ് സാവുൻ അവിടുന്ന് പോകുന്നതും അവന്റെ അച്ഛൻ അവനെ ചീത്ത വിളിക്കാൻ തുടങ്ങുവാണ്. പെക് സാവുൻ എന്നുള്ള പേര് നിനക്കാരാ തന്നെ? പ്രസിഡന്റിന്റെ പേരക്കുട്ടി, എന്റെ മകൻ എന്നൊക്കെയുള്ള ടൈറ്റിൽ നിനക്കാരാ തന്നെ? നീ എന്നിട്ടും എന്താ നന്ദിയില്ലാതെ പെരുമാറുന്നേ എന്നാണ് അവന്റെ അച്ഛൻ ചോദിക്കുന്നേ. ഇത് കേൾക്കുന്ന സാവുൻ അവന്റെ ചെറുപ്പകാലം ആലോചിക്കുവാണ്. അവൻ എന്തെങ്കിലും കഴിക്കാൻ നിൽക്കുന്ന സമയത്ത് അവന്റെ അമ്മ എന്റെ മകൻ ഇത് കഴിക്കാറില്ല എന്ന് പറഞ്ഞ് വേറെ ഫുഡ് കൊടുക്കാറാണ് പതിവ്. എന്തിനധികം അവൻ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ധരിക്കാനോ ഇഷ്ടപ്പെട്ട ബുക്ക് വായിക്കാനോ പോലും അവന്റെ അമ്മ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അവരുടെ താല്പര്യങ്ങൾക്കും അവരുടെ ഇഷ്ടങ്ങൾക്കും അനുസരിച്ച് സാവുന്റെ താല്പര്യങ്ങളെയും ഇഷ്ടങ്ങളെയും അവർ മാറ്റുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പെക് സാവുൻ എന്ന പേര് കണ്ട് അവൻ ചെറുപ്പത്തിൽ ഒരുപാട് കരഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ആലോചിച്ചുകൊണ്ട് സാവുൻ, ആ പേരും ആ ടൈറ്റിലും ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്നും എന്റെ ആഗ്രഹം കൊണ്ട് എനിക്ക് കിട്ടിയതല്ല. ഇനിയും ഇനിയും ഇതും പറഞ്ഞ് എന്നെ കൂടുതൽ ശ്വാസം മുട്ടിക്കരുത് എന്നവൻ ദേഷ്യത്തോടെ പറയുന്നു. ഇതൊക്കെ അവൻ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ സാവുൻ ഇവരുടെ ശരിക്കുള്ള മകനാവാനുള്ള സാധ്യതയില്ല. അതെന്റെ ഒരു അനുമാനമാണ് കേട്ടോ, എനിക്ക് കറക്റ്റ് അറിയത്തില്ലേ. അവന്റെ സംസാരം കേൾക്കുന്ന അച്ഛൻ കൂടുതൽ അതിനെക്കുറിച്ചൊന്നും ചോദിക്കുന്നില്ല. പകരം വീണ സ്റ്റാഫ് മെമ്പർ ആരാണെന്നാണ് ചോദിക്കുന്നത്. അത് ചോദിക്കുന്നുണ്ടെന്ന് മാത്രമല്ല, നമുക്ക് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ആരെങ്കിലും പറഞ്ഞയച്ചതാണ് അയാളെങ്കിലോ, വിവരങ്ങൾ ചോർത്താൻ വേണ്ടി വന്ന ആരെങ്കിലും ആണെങ്കിലോ അത് എന്ന് ചോദിച്ചാൽ സ്റ്റാഫ് മെമ്പറെ കുറിച്ച് കൂടുതൽ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ട് സാവോൻ വീണത് നമ്മുടെ ഫാമിലിയിൽ ഒരാളാണ് എന്ന് പറയുന്നു. ഒന്ന് ആലോചിച്ചതിന് ശേഷം അത് ഹീജു ആയിരിക്കാമെന്ന് ചിന്തിക്കുന്ന അച്ഛൻ, നീ അവളെ ഹയർ ചെയ്തിട്ടൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുന്നു. എന്തു പറ്റി? അച്ഛനെ കൊണ്ട് പറ്റുന്നതിന് മുന്നേ ഹീജു പ്രസിഡൻഷ്യൽ ഓഫീസിലേക്ക് കയറിയത് കണ്ട് നിങ്ങൾക്ക് നാണക്കേട് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ച് സാവോൻ അവിടുന്ന് പോകുന്നു. അച്ഛൻ സ്പീച്ച്ലെസ് ആയിപ്പോയി. അങ്ങനെ തന്നെ വേണം, എനിക്ക് ഇങ്ങനെ തീരെ ഇഷ്ടമായില്ല. ആരോ തന്നെ തള്ളിയിട്ടത് ആലോചിച്ചുകൊണ്ട് ഞെട്ടി എഴുന്നേക്കുവാണ് ഇവിടെ ഹീജു. ഈ സമയത്താണ് അവർക്ക് നോട്ടിഫിക്കേഷൻ വരുന്നത്. സാവോനാണ്, ഞാൻ വന്നോണ്ടിരിക്കുക, നിനക്ക് എന്തെങ്കിലും വേണോ എന്നാണ് അവൻ മെസ്സേജ് ചെയ്തിട്ടുള്ളത്. അവള് വേണ്ടാന്ന് പറയുമ്പോൾ കഴിക്കാൻ എന്തെങ്കിലും വേണോ എന്ന് അവൻ ചോദിക്കുന്നു. അവൻ ചോദിച്ചു എന്നുള്ളതൊക്കെ ശരിയാണ്. എന്നാൽ അവൾ ഓരോ ഫുഡിന്റെ പേര് പറയുന്ന സമയത്തും ഇത് ഓയിലിയാണ്, ഇത് സോൾട്ടിയാണ്, ഇത് സ്പൈസിയാണ് എന്നും പറഞ്ഞ് വാങ്ങാതിരിക്കാൻ വേണ്ടി കാരണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് അവൻ. നീ അപ്പൊ കളിയാക്കാൻ വേണ്ടി ചോദിച്ചതാണോ എന്നവൾ ചോദിക്കുന്ന സമയത്ത് ഒരു ശബ്ദം കേൾക്കുന്നതും അവൾക്ക് പേടിയാവുകയാണ്. ഫുഡിന്റെ കാര്യമൊക്കെ വിട്ട് നീ എപ്പോഴും ഇങ്ങോട്ടേക്ക് വരുന്നേ എന്ന് അവൾ ചോദിക്കുന്നതും പറ്റുന്നത്ര വേഗത്തിൽ സാവോൻ അങ്ങോട്ടേക്ക് എത്താനും നോക്കുന്നു. അവക്ക് വേണ്ട ഡ്രസ്സും കഴിക്കാനായിട്ട് ഫ്രൂട്ട്സും ആണ് അവൻ കൊണ്ടുവന്നിട്ടുള്ളത്. അവൻ വാഷ് ചെയ്ത് കൊടുത്ത് ഫ്രൂട്ട്സ് കഴിക്കുന്നതിന്റെ ഇടയ്ക്ക് ഹീജു, നീ എപ്പോഴാ വീട്ടിലേക്ക് പോയേ എന്ന് ചോദിക്കുന്നു. വരുന്ന വഴിക്ക് കയറിയതാ, എനിക്ക് എന്റെ സാധനങ്ങളും എടുക്കാനുണ്ടായിരുന്നു എന്ന് അവൻ പറയുമ്പോഴാണ് അവനിപ്പോ അവന്റെ സാധനങ്ങളാണ് ടേബിളിലേക്ക് എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലാവുന്നത്. ഇതൊക്കെ എന്തിനാ നീ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേ എന്ന് ഹീജു ചോദിക്കുന്നു. പേഷ്യന്റിന് മാത്രമല്ല, പേഷ്യന്റിന്റെ കൂടെ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ആൾക്കും സാധനങ്ങൾ ആവശ്യമാണ് എന്ന് സാവോൻ ഉത്തരം കൊടുക്കുന്നു. നീ അപ്പൊ ഇവിടെയാണോ ഉറങ്ങാൻ പോണേ എന്ന് ഹീജു ഞെട്ടിക്കൊണ്ട് ചോദിക്കുന്നു. നമ്മൾ ഇന്നലെ ഒരുമിച്ചായിരുന്നു ഉറങ്ങിയേ എന്ന് പറഞ്ഞ് റെസ്റ്റ് റൂമിലേക്ക് പോകുന്ന സാവോനെ കണ്ട് ഹീജു, എന്ത് ഇന്നലെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഉറങ്ങിയേ, അപ്പൊ ഇന്ന് അവൻ എവിടെയായിരിക്കും കിടന്നുറങ്ങുക? ഇവിടെ ആയിരിക്കോ അതോ അവിടെ ആയിരിക്കോ എന്നും പറഞ്ഞ് അവിടെ മുഴുവൻ നോക്കി കാര്യമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുവാണ്. അവൻ ടാപ്പ് തുറക്കുന്ന സൗണ്ട് കേട്ട് ഹീജു, ഇവൻ കുളിച്ചോണ്ടിരിക്കുവാണോ? എന്തിനായിരിക്കും ഇപ്പൊ കുളിക്കുന്നേ? അല്ലല്ല, അവന് കുളിക്കുന്നതിന് ഒരു കുഴപ്പമില്ല, അവൻ കുളിച്ചോട്ടെ എന്നൊക്കെ പിച്ചും പെയ്യും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് സാവോൻ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ നമുക്ക് കുളിച്ചാലോ എന്ന് സാവോൻ ചോദിക്കുന്നത് കേട്ട് ഹീജു ഞെട്ടിപ്പകച്ചു പോകുന്നു. സത്യത്തിൽ അവൾ കാട് കയറി ചിന്തിച്ച പോലെയൊന്നും അല്ല, അവളുടെ തല കഴുകി കൊടുക്കാനുള്ള ഉദ്ദേശത്തിലായിരുന്നു സാവോൻ. അത് കുറെ പണിപ്പെട്ട് ബുദ്ധിമുട്ടി ചെയ്യുന്നത് കണ്ടിട്ട് അവൾക്ക് ചിരിയും വരുന്നുണ്ട്. ആ ഒരു പരിപാടി കഴിഞ്ഞ് അവളുടെ മുടി സെറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഹീജു, നീ എന്തിനാ എന്നോട് ഇത്ര നന്നായിട്ട് പെരുമാറുന്നേ എന്ന് ചോദിക്കുന്നു. സാധാരണ ഏറെക്കുറെ എല്ലാ ഭർത്താക്കന്മാരും ചെയ്യുന്നത് പോലെ തന്നെയല്ലേ ഇപ്പൊ ഞാനും ചെയ്തുള്ളൂ എന്ന് ചോദിച്ചുകൊണ്ട് സാവോൻ ഹീജുവിന്റെ കഴുത്തിലും മുറിവിന്റെ പാട് നോക്കിക്കൊണ്ട്, നിനക്ക് വേണ്ടി കൂടുതലൊന്നും ചെയ്യാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ലല്ലോ എന്ന സങ്കടമാണ് എനിക്കുള്ളത് എന്നാണ് അവൻ പറയുന്നത്. അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് സാവൻ വാഷ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഹീജു അവളുടെ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യാൻ ടെമ്പറേച്ചർ നോക്കിയൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്കിപ്പോ ഇതെന്താ പറ്റിയേ? ടെസ്റ്റ് ചെയ്ത് നോക്കിയ സമയത്ത് റിസൾട്ട് എല്ലാം നോർമൽ ആണെന്നാണല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാണ് മാഡം കിടന്നുകൊണ്ട് ചിന്തിക്കുന്നത്. അവൻ ഫ്രഷായി വരുന്നത് കാണുന്നതും ഹീജു കണ്ണടച്ച് കിടക്കുവാണ്. അവൻ വരുന്നതും ഹീജുവിന്റെ നേരെയാണ് പോകുന്നത്. ഹീജു ആണെങ്കിലോ നിക്ക് 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 ഞാൻ റെഡി ആയിട്ടില്ല എന്നും ചിന്തിച്ച് ഉറക്കം അഭിനയിച്ചുകൊണ്ട് കിടക്കുവാണ്. അവൻ പോയ പോക്ക് കണ്ട് നിങ്ങൾ ആരും എന്നെ പോലെ കാട് കയറി ചിന്തിക്കാൻ നിൽക്കരുത്. അവൻ പാവം ഹീജു മര്യാദയ്ക്ക് കിടന്നോട്ടെ എന്ന് കരുതി ആ കട്ടിലിന്റെ റിമോട്ടിന്റെ ബട്ടൺ പ്രസ് ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു. ചേച്ചേ അത്രയ്ക്ക് ഇന്നസെന്റ് ആയ സാവോനെയായിരുന്നു ഞാനും ഹീജുവും തെറ്റിദ്ധരിച്ച്. അവനടുത്തുനിന്ന് മാറാത്തത് കണ്ട് കണ്ണു തുറന്ന് നോക്കുന്ന ഹീജുവിനോട് സാവോൻ, നീ അപ്പൊ ഉറങ്ങിയിട്ടില്ലായിരുന്നോ എന്ന് ചോദിക്കുന്നു. അമ്മാതിരി ഒരു ഷോക്ക് കൊടുത്ത് ഉറങ്ങാൻ പറഞ്ഞു പോകുന്ന സാവോനെ നോക്കി നിൽക്കാൻ മാത്രമേ ഹീജുവിന് പറ്റുന്നുള്ളൂ. ഇവിടെ സംഘു ആണെങ്കിൽ അവന്റെ ചാനലിൽ ഒരു ലൈവ് ഇട്ടോണ്ടിരിക്കുക കേട്ടോ. ആ സ്ക്രീനിൽ കാണുന്ന ഒരു ഡ്രാഗൺ മോതിരത്തിന്റെ ചിത്രമില്ലേ, അത് അവൻ തന്നെ എന്താ പറയാ ഓർമ്മകളിൽ നിന്നും ചീന്തി എടുത്ത് വരച്ചുണ്ടാക്കിയ ഒരു ഐറ്റം ആണ് അത്. അവന്റെ ചാനലിൽ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഇതുപോലൊരു മോതിരം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നാണ് അവൻ അന്വേഷിക്കുന്നത് കേട്ടോ. ആർക്കെങ്കിലും
ഇനിയും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഇൻഫോം ചെയ്യാനും അവൻ പറയുന്നുണ്ട്. ഹോസ്പിറ്റലിലെ ഹീജു ആണെങ്കിൽ ഒരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് സാവോനെ കാണാത്തത് കാരണം അവളുടെ ഫോണിൽ നിന്ന് അവന് കോൾ ചെയ്ത് നോക്കുവാണ്. എന്നാൽ അവൻ ആ കോൾ അറ്റൻഡ് ചെയ്യാതെ നീ ഉറങ്ങിക്കോ, ഞാനൊരു കോളിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് എന്ന് മെസ്സേജ് അയക്കുവാണ് ചെയ്യുന്നത്. കോളിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേ എന്നാലോചിച്ച് നോക്കുന്ന സമയത്താണ് ക്ലോക്കിൽ 10 മണിയായിട്ടുണ്ട് എന്ന് അവള് കാണുന്നത്. സോ ഒന്നും നോക്കുന്നില്ല, സാവോന് കോൾ ചെയ്യുന്നു. അത് അറ്റൻഡ് ചെയ്തുകൊണ്ട് സാവോൻ നിന്റെ കോൾ വരുന്ന സമയത്ത് ഞാൻ ഇത്രയ്ക്ക് ഹാപ്പി ആയിരിക്കും ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. നീ എന്റെ കോളിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നോ, നിനക്ക് എന്തുകൊണ്ടാ സന്തോഷമൊക്കെ വരുന്നത് എന്ന് ഹീജു ചോദിക്കുന്നു. അതെനിക്കറിയില്ല, പക്ഷേ നീ കാരണം എനിക്ക് ഹീജുവിനെ കണ്ടുപിടിക്കാൻ പറ്റി എന്ന് പറഞ്ഞ് അവൻ താങ്ക്സ് പറയുന്നു. എനിക്കെങ്ങനെ ഈ കാര്യം അറിയാന്ന് ആലോചിച്ചത് നിനക്ക് അല്പം പോലും ക്യൂരിയോസിറ്റി ഇല്ലേ എന്ന് ചോദിച്ച് ഹീജു അവനോട് സത്യം പറയാൻ തുടങ്ങുന്നതും സത്യം പറഞ്ഞാൽ എനിക്ക് നിന്നെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാം, ഏകദേശം നിന്റെ ഏജ് അറിയാം, നീ ഒരു സ്ത്രീയാണെന്നറിയാം എന്ന് സാവോൻ പറയുന്നു. അത് കേൾക്കുന്നതും ഹീജു അതൊക്കെ നിനക്ക് എങ്ങനെ അറിയാം എന്ന് ഞെട്ടിക്കൊണ്ട് ചോദിക്കുന്നു. പിന്നീടാണ് അവൾ ചെയ്ത അബദ്ധം അവക്ക് മനസ്സിലാവുന്നത്. സാവോനാണെങ്കിൽ നിന്നെ കാണാൻ ഭംഗിയുണ്ടോ എന്നാണ് അടുത്തതായിട്ട് ചോദിക്കുന്നത്. നിന്നെ ഭീഷണിപ്പെടുത്തുന്ന ആള് ഭംഗിയുണ്ടോ ഇല്ലയോ എന്നൊക്കെ നീ എന്തിനാ നോക്കുന്നേ എന്ന് ഹീജു ചോദിക്കുന്നു. എന്തോ നിന്നെ കാണാൻ ഭംഗിയുണ്ടാവും എനിക്ക് തോന്നി എന്ന് സാവോൻ പറയുന്നതും ഹീജു അല്ലേലും ഈ ആണുങ്ങളൊക്കെ ഇങ്ങനെയാ എന്ന് പറയുന്നത് കേട്ട് സാവോൻ ചിരിക്കുവാണ്. നമ്മൾ എന്നും സംസാരിക്കുന്നത് പോലെ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് പറഞ്ഞ സാവോൻ നീട്ടിരിക്കുന്ന ഡ്രസ്സ് എന്താ എനിക്കൊന്ന് ഇമാജിൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് പറഞ്ഞ് സാധാ വായനോക്കികളുടെ പോലെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് അവൻ. ഹീജു ആണെങ്കിൽ പ്രാന്തായി നീ എന്തായി ചെയ്യുന്നേ, ഫ്ലേർട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണോ, നീ കല്യാണം കഴിഞ്ഞ ഒരുത്തന അത് മറക്കണ്ട എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അവളിപ്പോ ഉറങ്ങിയിട്ടുണ്ടാവും എന്ന് സാവോൻ പറയുന്നത് കേട്ട് ചെറ്റ എന്നാണ് ഹീജു വിചാരിക്കുന്നത്. ഇപ്പോ അവളെ വട്ടാക്കുന്ന പരിപാടി നിർത്തിക്കൊണ്ട് സാവോൻ എനിക്ക് നിന്നോടൊരു ഓഫറിനെ കുറിച്ച് സംസാരിക്കാനുണ്ട്, ആ കുറ്റവാളിയെ നമുക്ക് ഒരുമിച്ച് പിടിച്ചാലോ എന്ന് ചോദിക്കുന്നു. അവളാണെങ്കിൽ ഇതിവന് വട്ടായത് തന്നെ എന്ന് ചിന്തിച്ച് വാ പൊളിച്ചിരിക്കുവാണ്. നീ അവന്റെ കൂടെയുള്ള ആളല്ലാന്ന് എനിക്കറിയാം, ഹീജുവിനെ തള്ളിയിട്ടത് അവനാണ്, എന്നാൽ നീ ഹീജു എവിടെയാണെന്ന് എന്നോട് പറയുവാണ് ചെയ്തേ. അന്ന് അവള് വീണതിന് ശേഷം പറ്റുന്ന എല്ലാ സ്ഥലത്തും അവക്ക് വേണ്ടി തിരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ആ സമയത്ത് അനുഭവിച്ച വേദന അവനെ കൊണ്ടും അനുഭവിപ്പിക്കുമെന്ന്. അങ്ങനെയല്ല, ഹീജു അനുഭവിച്ചതിന്റെ 100 മടങ്ങ് വേദന ഞാൻ അവന് കൊടുത്തിരിക്കും. അതുകൊണ്ട് ഇപ്പൊ തൊട്ട് നിനക്ക് അവനെ കുറിച്ച് അറിയുന്ന എല്ലാ കാര്യവും എന്നോട് പറയണം, ഒരു കാര്യവും വിട്ടുപോകരുത് എന്ന് സാവോൻ പറയുന്നു. ഹീജു ആ കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പിറ്റേ ദിവസം സാവോന്റെ പ്രസ് റിലീസ് നോക്കിക്കൊണ്ട് യൂരി ഇത് സത്യത്തിൽ സ്പോക്സ് പേഴ്സന്റെ പ്രസ് റിലീസ് തന്നെയാണോ എന്ന് വിശ്വാസം വരാതെ ഡയറക്ടറോട് ചോദിക്കുവാണ് ചെയ്യുന്നത്. ട്രിപ്പിന്റെ സമയത്ത് സംഭവിച്ചത് ആക്സിഡന്റ് അല്ല, ക്രിമിനൽ ഇൻസിഡന്റ് ആണെന്നും എനിക്ക് 2 ആഴ്ചയ്ക്ക് മേലെയായി ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കോളുകൾ വരുന്നുണ്ടെന്നും സ്പോക്സ് പേഴ്സണായ എന്നെ ഉപദ്രവിക്കാൻ വേണ്ടിയായിരിക്കാം ഇതുപോലൊരു ആക്സിഡന്റ് ആ ക്രിമിനൽ ക്രിയേറ്റ് ചെയ്തതെന്നും ഒക്കെയാണ് ആ പ്രസ് റിലീസിലുള്ളത്. സാവോൻ പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഈ ഒരു കാര്യവും രാഷ്ട്രീയവും തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്നുള്ള കാര്യം സാവോൻ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതും ഈ ഒരു ന്യൂസിൽ പറയുന്നുണ്ട്. ഈ പ്രസ് റിലീസിന്റെ കൂടെ തന്നെ ഭീഷണിപ്പെടുത്തുന്ന ആളുടെ രേഖാചിത്രവും ന്യൂസിൽ കാണിക്കുന്നുണ്ട്. അത് ആ കിഡ്നാപ്പറിന്റെ രേഖാചിത്രമാണ് കേട്ടോ. ഹീജു സാവോനോട് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ വെച്ച് വരച്ചിട്ടുണ്ടായിരുന്ന ഒരു രേഖാചിത്രമാണ് അത്. കണ്ണ് രണ്ടും ഡിഫറെന്റ് കളറായിരുന്നു, ഒരു 185 സെന്റിമീറ്ററോളം ആയിട്ടുണ്ടാവും. പിന്നെ സ്ട്രെയിഞ്ച് ആയിട്ട് ഒരു മീനിന്റെ സ്മെല്ലായിരുന്നു അയാൾക്ക് ഉണ്ടായിരുന്നത്. പിന്നെ എക്സൈറ്റഡ് ആവുന്ന സമയത്ത് അയാൾക്ക് വിക്ക് വരുന്നത് പോലെ ഉണ്ടായിരുന്നു. അയാൾക്ക് അയാളുടെ ദേഷ്യം കൺട്രോൾ ചെയ്യുന്നതിൽ എന്തൊക്കെയോ പ്രശ്നമുള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെയായിരുന്നു ഹീജു സാവോനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ അടയാളങ്ങളുടെ കൂടെ തന്നെ ബോംബിന്റെ കാര്യവും തീയിട്ടതും ഹാക്കിങ്ങും എല്ലാം ഈ ഒരു ന്യൂസിൽ പറയുന്നുണ്ട്. ഇപ്പൊ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ വേണ്ടി സാവോൻ സ്റ്റേഷനിലേക്ക് വന്നിരിക്കുവാണ്. എന്തുകൊണ്ടായിരുന്നു ഈ കാര്യങ്ങളൊന്നും നേരത്തെ അറിയിക്കാതിരുന്നത് എന്ന് പോലീസ് ഓഫീസർ ചോദിക്കുന്നുണ്ട്. ആരും അറിയാത്ത രീതിയിൽ ഹാൻഡിൽ ചെയ്യാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, എന്നാ കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് സാവോൻ പറയുന്നു. ആരെങ്കിലും സംശയമുണ്ടോ എന്ന് പോലീസ് ചോദിക്കുന്ന സമയത്ത് അവൻ എനിക്കറിയും സംശയമൊന്നുമില്ല, എന്നാലും ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, അയാൾക്ക് എന്നെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാം, എന്റെ ഫാമിലി മെമ്പേഴ്സിന് മാത്രം അറിയാവുന്ന കാര്യങ്ങൾ അയാൾക്ക് അറിയാം എന്ന് പറയുന്നു. എനിക്ക് എന്തായാലും ചേച്ചിയെ നന്നായിട്ട് ഇഷ്ടമായി, ചേച്ചിക്ക് എന്തായാലും ഞങ്ങളെ പോലെ സെയിം ഗോൾ ആണുള്ളത് എന്ന് അച്ഛനെ തട്ടിക്കൊണ്ടുപോയ സമയത്ത് കിഡ്നാപ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു കാര്യം ഓർത്തുകൊണ്ട് ഹീജു അവനെ ആരും ഇഗ്നോർ ചെയ്യുന്നത് അവന് ഇഷ്ടമല്ല, പെട്ടെന്ന് ദേഷ്യം വരികയും ചെയ്യുന്നുണ്ട്. ഇതുപോലെ ആങ്കർ ഇഷ്യൂസ് ഉള്ള ഒരാൾ ഇത്ര കെയർഫുൾ ആയിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ കാറ് ഹാക്ക് ചെയ്യലും ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു ഫോൺ തന്നെ സെറ്റ് ചെയ്യലും ഒക്കെ ഇതുപോലെ ആങ്കർ ഇഷ്യൂസ് ഉള്ള ഒരാളെ കൊണ്ട് മാത്രം പറ്റുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അയാളുടെ കൂട്ടിന് വേറെ ആരോ ഉണ്ട് എന്ന് സാവോനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കാര്യം സാവോൻ പോലീസിനോടും പറയുന്നുണ്ട്. നമുക്ക് രണ്ടുപേരെയും ഒരുമിച്ചാണ് കിട്ടേണ്ടത് എന്നാണ് സാവോൻ പോലീസിനോട് പറയുന്നത്. ഇവിടെ ഏതോ ഒരു സ്ഥലത്ത് ഏതോ ഒരാൾ സോജു കുടിച്ചുകൊണ്ടിരിക്കുവാണ്. ഈ ന്യൂസ് കാണുന്നതും ആ വ്യക്തി ദേഷ്യം കൊണ്ടാണോ അതോ പേടിച്ചിട്ടാണോ എന്നറിയില്ല, വിറച്ചുകൊണ്ട് ആ ഗ്ലാസ് ടേബിളിൽ വെക്കുവാണ് ചെയ്യുന്നത്. അയാളുടെ ഷോപ്പിന്റെ ഡോറിലായിട്ട് മീൻ വിൽക്കുന്നതിനെ കുറിച്ച് ഒരു ആഡ് പോലെ എഴുതിയിട്ടുമുണ്ട്. ഇപ്പൊ സാവോന്റെ അച്ഛനും സാവോനും തമ്മിൽ പ്രസ് റിലീസിന്റെ പേരിൽ യുദ്ധം വെട്ടിക്കൊണ്ടിരിക്കുവാണ്. നിന്റെ പ്രസ് റിലീസ് കാരണം പ്രശ്നത്തിലായത് ഞാനാണെന്ന് സാവോന്റെ അച്ഛനും ഈ പ്രശ്നം
ഇത്ര വഷളാക്കിയതിന് കാരണം നിങ്ങളാണെന്ന് സാവോനും പറയുന്നുണ്ട്. രണ്ടുപേരുടെ അടിപിടി കണ്ട് അമ്മ മിണ്ടാതിരിക്കാൻ പറയുന്നത് കാരണം രണ്ടുപേരെ സൈലന്റ് ആവുന്നു. ഇപ്പൊ അമ്മ അവനോട് സംസാരിക്കുവാണ്. എന്തുകൊണ്ടാണ് ഈ കാര്യം നീ ആദ്യം പറയാതിരുന്നത് എന്ന് അമ്മ ചോദിക്കുന്നു. അവൻ ഹീജുവിനെ ആയിരുന്നു ആദ്യം അറ്റാക്ക് ചെയ്തത്, എന്നെ ആയിരുന്നില്ല. ഹീജു എന്റെ വൈഫാണെന്നുള്ള കാര്യം അവൻ അറിയായിരുന്നു. നമ്മുടെ ഫാമിലിക്ക് അല്ലാതെ മറ്റാർക്കാ ഇതുപോലൊരു കാര്യം അറിയാവുന്നേ എന്ന് സാവോൻ ചോദിക്കുന്നു. അപ്പൊ നീ പറഞ്ഞു വരുന്നത് നിനക്ക് ഞങ്ങളെ സംശയം ഉണ്ടെന്നാണോ എന്ന് സാവോന്റെ അച്ഛൻ ചോദിക്കുന്നു. ഞങ്ങൾ എന്തിനാ നിന്നെ ഭീഷണിപ്പെടുത്തുന്നത്? നിന്റെ മാരേജിന്റെ കാര്യം പുറത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നേട്ടവും അതിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടാനില്ല എന്നാണ് അമ്മ പറയുന്നത്. അത് മാത്രമല്ല, നീ എന്തിനാ നിന്റെ ഓഫീസിലേക്ക് അവളെ കൊണ്ടുപോയേ എന്ന് അച്ഛനും ചോദിക്കുന്നു. സാവോൻ എന്റെ കൂടെ അവളെ നിർത്തുകയെന്നല്ലാതെ അവളെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരു വഴിയും ഞാൻ കണ്ടില്ല എന്ന് ഉത്തരം കൊടുക്കുന്നു. സാവോൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിച്ചുകൊണ്ട് അമ്മ കല്യാണത്തിന്റെ കാര്യം മാത്രമാണ് അവൻ അറിയാവുന്നേ എന്ന് ചോദിക്കുന്നു. എത്രത്തോളം അവൻ അറിയാമെന്നുള്ള കാര്യം എനിക്കറിയില്ല. സത്യത്തിൽ നമ്മുടെ ഫാമിലിക്ക് ഒരു സീക്രട്ട് മാത്രമൊന്നുമല്ലല്ലോ ഉള്ളത് എന്നവൻ കളിയാക്കിക്കൊണ്ടാണ് ഉത്തരം കൊടുക്കുന്നത്. ഇവിടെ ഇതേ സമയം കിഡ്നാപ്പർ ന്യൂസ് കാണുന്നുണ്ട്. ദേഷ്യം വന്നുകൊണ്ട് എന്തൊക്കെയോ എറിഞ്ഞു പൊട്ടിക്കുകയും ചെയ്യുന്നുണ്ട്. ഫോൺ എടുത്തുകൊണ്ട് നീയാണ് അവളെ തള്ളിയിട്ടത് എന്ന് എന്റെ രേഖാചിത്രമാണ് പുറത്തു വന്നത്. നീ എന്തിനാ ഹീജുവിനെ കൊല്ലാൻ നോക്കിയ? നമ്മുടെ ലക്ഷ്യം സാവോനായിരുന്നില്ലേ എന്ന് മെസ്സേജ് ചെയ്യുന്നു. ഡിവോഴ്സ് ആവാൻ ഹീജുവിന് താല്പര്യമില്ല. പ്രഷ്യസ് ആയി എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലുള്ള അവസ്ഥ എന്താണെന്ന് സാവോനും അനുഭവിക്കണം. അതെനിക്ക് നല്ല ആഗ്രഹമുണ്ട് എന്ന് റിപ്ലൈ വരുന്നു. ഹീജുവിന്റെ കയ്യിൽ നിന്ന് ആ ഫോൺ തിരിച്ചു വാങ്ങാനും അയാൾ കിഡ്നാപ്പറിന് ഓർഡർ കൊടുക്കുന്നുണ്ട്. ഇവിടെ പ്രസ് റിലീസിനെ കുറിച്ചുള്ള ആർട്ടിക്കിളും അതിന്റെ താഴെ വന്ന കമന്റ്സും എല്ലാം നോക്കുവാണ് ഹീജു. ഒത്തിരി പേര് ബാഡ് കമന്റ്സ് ഒക്കെ പറയുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് അവൾ സാവോന് കോൾ ചെയ്യാൻ നിൽക്കുവാണ്. ആ സമയത്ത് തന്നെ ഒരു അറിയാത്ത നമ്പറിൽ നിന്ന് കോൾ വരുവാണ്. അത് കിഡ്നാപ്പർ ആയിരിക്കും എന്ന് തോന്നുന്നതുകൊണ്ട് തന്നെ ഹീജു ആ കോൾ എടുക്കുന്നില്ല. ആ നമ്പറിൽ നിന്ന് വന്ന മെസ്സേജ് അവൾ എടുത്ത് നോക്കുന്നുണ്ട്. എന്നെ കുറിച്ച് സാവോനോട് പറഞ്ഞത് നീയായിരുന്നോ? പക്ഷേ നിനക്കൊരു കാര്യം അറിയോ? നിന്നെ തള്ളിയിട്ടത് ഞാനല്ല. നീ അത് വിശ്വസിക്കില്ലായിരിക്കും, എന്നാലും ഞാൻ പറയുവാണ് അത് ഞാനല്ല ചെയ്തത്. നിനക്ക് എന്തായാലും ഡിവോഴ്സിന് താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് എന്റെ ഫോൺ എനിക്ക് തിരിച്ചു തന്നേക്ക്. ഞാൻ വന്നോണ്ടിരിക്കുക, വാതിൽ തുറന്നോ. എന്നാ കിഡ്നാപ്പർ മെസ്സേജ് ചെയ്യുന്നതും അവളുടെ റൂമിന്റെ ഡോറ് ആരോ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുവാണ്. പേടിച്ചുകൊണ്ട് ഹീജു അവളുടെ കയ്യിലുള്ള സിറിഞ്ചൊന്നും കാര്യമാക്കാതെ ഓടിപ്പോയി ഡോറ് ലോക്ക് ചെയ്യുന്നു. ആ ഡോറ് തള്ളി തുറക്കാൻ ശ്രമിക്കുന്നതിന്റെ സൗണ്ട് കേട്ട് ഹെൽപ്ലെസ് ആയി നിലത്ത് ഇരിക്കാൻ മാത്രമേ ഹീജുവിന് പറ്റുന്നുള്ളൂ. ആ ഡോർ ഇപ്പൊ തള്ളി തുറക്കുന്നു. കിഡ്നാപ്പർ ഒന്നും ആയിരുന്നില്ല കേട്ടോ, അത് സാവോനായിരുന്നു. സാവോനെ കാണുന്നതും അവൾക്ക് ഒരുപാട് ആശ്വാസമാവുന്നു. അവള് പെട്ടെന്ന് തന്നെ അവനെ ഹഗ് ചെയ്യുവാണ് ചെയ്യുന്നത്. അവൻ അവളോട് എന്താ പറ്റിയെന്ന് ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എന്നാൽ അവൾക്ക് അതിന് ഉത്തരം കൊടുക്കാൻ സാധിക്കുന്നില്ല. അവളുടെ സിറ്റുവേഷനും കയ്യിലും മുറിവും എല്ലാം കണ്ട് പെട്ടെന്ന് തന്നെ സാവോൻ ഡോക്ടറെ വിളിക്കുവാണ് ചെയ്യുന്നത്. നിനക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ച് മനസ്സിലാക്കി സാവോൻ നിനക്ക് എന്താ നേരത്തെ പറ്റിയേ എന്ന് ചോദിക്കുന്നു. ഫോൺ വാങ്ങാൻ കിഡ്നാപ്പർ വരുന്ന അവൾക്ക് പറയാൻ പറ്റില്ലല്ലോ. സോ അവള് വിഷയം മാറ്റാൻ വേണ്ടിയിട്ട് നീ ആകെ ടയേർഡായല്ലോ എന്ന് പറയുന്നു. ടയേർഡാണെന്ന് സമ്മതിച്ചു കൊടുത്തുകൊണ്ട് സാവോൻ അവളോട് ഉറങ്ങാൻ പറഞ്ഞ് ലൈറ്റ് ഓഫ് ചെയ്യുവാണ്. ഹീജു എല്ലാവരും നിന്നെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, എല്ലാവരും നിന്നെ കുറിച്ച് ഗോസിപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുക. നിനക്കിതൊന്നും കേട്ടിട്ട് പേടിയാവുന്നില്ലേ എന്ന് ചോദിക്കുന്നു. നിനക്ക് പേടിയാവുന്നുണ്ടോ എന്നാണ് സാവോൻ തിരിച്ചു ചോദിക്കുന്നത്. അവള് തലയാട്ടുന്നത് കാരണം സാവോൻ ഹീജുവിനെ ചേർത്ത് പിടിച്ച് കിടക്കുവാണിപ്പോ. എനിക്ക് പേടിയൊന്നുമില്ല, ഇതുപോലെ ഒരു പ്രസ് റിലീസ് നടത്തിയത് ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുമില്ല, അതുകൊണ്ട് നീ നന്നായിട്ട് കിടന്നുറങ്ങിക്കോ എന്ന് പറഞ്ഞ് സാവോൻ ഹീജുവിനെ സമാധാനിപ്പിക്കുവാണ്. അവള് പീസ്ഫുൾ ആയിട്ട് കിടക്കുന്നു. കുറച്ച് സമയം കഴിഞ്ഞ് നോക്കുമ്പോൾ സാവോൻ ഉറങ്ങിപ്പോയിട്ടുണ്ട്. സമയം 10 മണി ആവാറുമായിട്ടുണ്ട്. അവള് പതിയെ കിഡ്നാപ്പറിന്റെ ഫോണും തന്റെ ജാക്കറ്റും എടുത്ത് പുറത്തേക്ക് പോകുന്നു. അവള് പോകുന്നതും സാവോൻ കണ്ണു തുറക്കുന്നു. ആക്ച്വലി അവൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അവൻ കോൾ എടുക്കുന്നതും ഹീജു ഞാൻ ന്യൂസ് കണ്ടു, എനിക്കൊരു കാര്യം അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. നീ എപ്പോഴാ എന്നെ പിടിക്കാൻ പോകുന്നേ? ഒരു കണക്കിന് പറഞ്ഞാൽ ഞാൻ അവനെ ഹെൽപ്പ് ചെയ്യുമായിരുന്നില്ലേ ചെയ്തത്? ചെയ്ത തെറ്റിനുള്ള എന്ത് പണിഷ്മെന്റും ഞാൻ സ്വീകരിച്ചോളാം. പിന്നെ ഈ ഫോൺ എവിഡൻസ് അല്ലേ, ഇത് നിനക്ക് വേണ്ടേ എന്ന് അവള് ചോദിക്കുന്നു. എനിക്കത് വേണമെങ്കിൽ നീ അത് തരുവോ എന്ന് സാവോൻ ചോദിക്കുന്നു. ഹീജു അതിന് യെസ് എന്ന് പറയുന്നു. സാവോൻ എങ്ങനെയാ നീ ഇതെനിക്ക് തരാൻ പോകുന്നേ? നീ നിന്നെ തന്നെ റിവീൽ ചെയ്യുന്നാണോ നീ പറഞ്ഞു വരുന്നേ എന്ന് ചോദിക്കുന്നു. അതെ, ഞാൻ ഈ ഫോണുമായിട്ട് ഇപ്പൊ നിന്റെ അടുത്തേക്ക് വരും എന്ന് ഹീജു പറയുന്നത് കേട്ട് സാവോൻ ഷോക്ക് ആവുകയാണ്. കാരണം ഇത്ര പെട്ടെന്ന് ഹീജു അതിന് അവൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ റൂമിന്റെ മുന്നിലെത്തുന്ന ഹീജു എനിക്ക് നിന്നെ ഫേസ് ചെയ്യാൻ പേടിയാണ്, എന്നാലും ഇനി ഒരിക്കലും ഞാൻ തിരിഞ്ഞോടില്ല, ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്യാൻ ഇനി നിന്നെ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ഒരുപാട് ആലോചിച്ചുകൊണ്ട് അവൾ ആ റൂമിന്റെ ഡോറ് തുറക്കുന്നു. പക്ഷേ എന്താ സംഭവിക്കുന്നതെന്നറിയോ? സാവോനെ ആ റൂമിൽ കാണാനില്ല. സോ അവൾ അവനെ കോൾ ചെയ്ത് നോക്കുന്നു. നിന്നെ ഞാൻ വേറൊരു സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്, നീ അങ്ങോട്ടേക്ക് വാ എന്ന് സാവോൻ പറയുന്നു. ഇപ്പൊ ഹീജു അവൻ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ എനിക്കുള്ളൊരു ഡൗട്ട് എന്താണെന്നറിയോ? അത് സത്യത്തിൽ ഈ സ്റ്റോറിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമൊന്നുമല്ല, എന്നാലും ഞാൻ ചോദിക്കുക, ഇതേപോലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ ഇങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഇറങ്ങി നടക്കാനൊക്കെ പറ്റുമോ? ഞാനൊക്കെ അഡ്മിറ്റ് ആയ സമയത്ത് അനങ്ങി പോരുത് എന്ന് പറഞ്ഞ് നഴ്സുമാരൊക്കെ തുറപ്പിച്ച് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. ഇത് കണ്ടപ്പോ എനിക്ക് അതാണ് ഓർമ്മ വന്നത്. അപ്പോ നിങ്ങളോട് ചോദിക്കാന്ന് കരുതി. എന്റെ ഒരു സംശയമാണ്. ഓക്കെ, ബാക്ക് ടു ദ സ്റ്റോറി. ഹീജു ഇപ്പൊ അവിടെ എത്തിയതിനു ശേഷം സാവോനെ കോൾ ചെയ്യുവാണ്. നീ ഇതിനു മുന്നേ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടോ എന്ന് സാവോൻ ചോദിക്കുന്നു. അവൾക്ക് ആക്സിഡന്റ് ആവുന്നതിന് മുന്നേ അവളൊരു പാർക്കിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ലേ, ആ പാർക്കാണിത്. ഹീജു അത് സാവോനോട് പറയുകയും ചെയ്യുന്നു. ഇപ്പൊ ഒരു ഗേൾ അങ്ങോട്ട് വന്ന് അവളോട് നിങ്ങൾക്ക് ഉള്ളിലേക്ക് കയറണോ എന്ന് ചോദിക്കുന്നു. അവളത് റൈഡ് ചെയ്യുന്നു. ചെറുപ്പത്തിൽ ഈനയുടെ കൂടെ റൈഡ് ചെയ്തതാണ്. ഹീജുവിന്
അപ്പൊ ഓർമ്മ വരുന്നത്. ആ റൈഡ് കഴിയുന്നതും ഹീജു സാവുനെ വീണ്ടും വിളിക്കുന്നു. നീ എവിടെയാ, ഞാൻ നിന്നെ കണ്ടില്ലല്ലോ എന്ന് അവള് പറയുന്നു. ഞാൻ ഐസ്ക്രീം സ്റ്റാൻഡിന്റെ അടുത്തുണ്ട്, നീ അങ്ങോട്ടേക്ക് വാ എന്ന് സാവോൻ പറയുന്നു. ഹീജു അങ്ങോട്ടേക്കും പോകുന്നു. അവൾക്ക് ആ ഷോപ്പ് കീപ്പർ ഒരു ഐസ്ക്രീം കൊടുക്കുന്നു. അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും അവൾ ആലോചിക്കുന്നത് കുഞ്ഞിതിലെ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഐസ്ക്രീം കഴിച്ചതായിരുന്നു. ഹീജു അവിടെയും സാവുനെ നോക്കുന്നുണ്ട്, എന്നാ അവനെ അവിടെ കാണുന്നില്ല. സോ അവൾ വീണ്ടും അവനെ വിളിക്കുന്നു. അവൻ പറയുന്ന സ്ഥലത്തേക്ക് വീണ്ടും ഹീജു ചെല്ലുന്നുണ്ട്, എന്നാ അവൾക്ക് അവിടെയും അവനെ കാണാൻ പറ്റുന്നില്ല. സോ അവള് നീ എന്തേ ചെയ്യുന്നേ എന്ന് ചോദിക്കുന്നു. ഒരുപാടായി നിന്നെ മീറ്റ് ചെയ്യാൻ ഞാൻ വിചാരിക്കുന്നത്, സോ നിന്നെ റിലാക്സ് ആക്കാൻ വേണ്ടി ഞാൻ ഹെൽപ്പ് ചെയ്യുവാണ് എന്ന് സാവോൻ പറയുന്നു. നീ ഒരുപാട് പ്രതീക്ഷയിലാണല്ലേ, എന്നെ കണ്ടതിന് ശേഷം ഒരിക്കലും കണ്ടില്ലായിരുന്നെങ്കിൽ എന്നായിരിക്കും നീ ആഗ്രഹിക്കാൻ പോകുന്നത്. എന്നെ കാണുന്ന സമയത്ത് സർപ്രൈസ്ഡ് ആവില്ല എന്ന് നിനക്ക് കോൺഫിഡൻസ് ഉണ്ടോ? എന്നെ കണ്ടതിന് ശേഷം നിനക്ക് ഡിസപ്പോയിന്റ്മെന്റ് ആയിരിക്കും തോന്നുന്നത്, ഏകാന്തതയായിരിക്കും നിനക്ക് അനുഭവപ്പെടാൻ പോകുന്നത് എന്ന് ഹീജു പറയുന്നു. ഇത് കേട്ടുകൊണ്ട് സാവോൻ എന്റെ കാര്യം ആലോചിച്ച് നിനക്ക് വിഷമാവുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. എനിക്ക് എന്റെ കാര്യം ആലോചിച്ചാണ് വിഷമാവുന്നത് എന്ന് സാവോനോട് പറഞ്ഞുകൊണ്ട് ഹീജു അതുപോലൊരവസ്ഥയിൽ നിന്നെ കാണേണ്ടി വരുമല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടാണ് എനിക്ക് വിഷമം എന്നവള് മനസ്സിൽ ചിന്തിക്കുവാണ്. സാവോൻ ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുള്ളതാ, പക്ഷേ നീ അത് കേൾക്കാറേ ഇല്ല. നീ നിന്നെ തന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഒരു മോശം ഹാബിറ്റ് ആണെന്ന് ഞാൻ നിന്നോട് തന്നെ പറഞ്ഞിട്ടുള്ളതല്ലേ, അതെങ്ങനെയാ ഞാൻ നിനക്ക് വേണ്ടി ഫിക്സ് ചെയ്യാ ഹീജു എന്ന് ചോദിച്ചുകൊണ്ട് അവൻ അങ്ങോട്ടേക്ക് വരുന്നു. അവിടെ കണ്ണൊക്കെ നിറഞ്ഞ് ഷോക്ക് ആയിക്കൊണ്ട് കയ്യിൽ നിന്ന് ആ ഫോൺ താഴെ വീഴുന്നു. സാവോൻ ആ ഫോൺ എടുത്തുകൊണ്ട് നിന്റെ എല്ലാ ഹാർഡ് വർക്കിനും നന്ദിയുണ്ട് എന്ന് പറഞ്ഞ് അവളെ 406 എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്യുവാണ്. ഹീജു നിനക്കിപ്പോ എല്ലാ കാര്യവും അറിയാമായിരുന്നോ, അറിഞ്ഞിട്ടും നീ എന്തുകൊണ്ടാ എന്നെ വെറുക്കാത്തെ എന്ന് കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു. നിന്നെ എങ്ങനെയാ വെറുക്കാന്നും എങ്ങനെയാ സ്നേഹിക്കാതിരിക്കാന്നും നീ എന്നോട് പറ എന്ന് സാവോൻ പറയുന്നത് കേട്ട് ഹീജു കരയുവാണ് ചെയ്യുന്നത്. സാവോൻ അവളുടെ കണ്ണീര് തുടച്ച് അവളെ കിസ് ചെയ്യുവാണ്. ഹീജുവും പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യുന്നു. 7 എപ്പിസോഡ് വരെ വെയിറ്റ് ചെയ്തെങ്കിൽ എന്താ, അതിന് കാര്യം ഉണ്ടായില്ലേ, അതാണ് ഇവിടുത്തെ പോയിന്റ്. ഞാൻ എന്തായാലും നല്ല ഹാപ്പിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുവരെയാണ് 7ാമത്തെ എപ്പിസോഡ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.